അപ്പം നമ്മളെല്ലാവരും പറയുന്നതിനൊരു റീസൺ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് തന്നെ ആകണം. അല്ലാതെ വേറെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഒരു 20, 30 വർഷം മുമ്പ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഇപ്പം എനിക്ക് 50 വയസ്സായി. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് വളരെ മാറിയിട്ടാണ് എൻ്റെ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ. നമുക്ക് തന്നെ അറിയാം അത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ല എന്നുള്ളത് തന്നെ. പക്ഷേ പലപ്പോഴും അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറി. പണ്ടൊക്കെ എന്താ പറയുന്നത്, വല്ലപ്പോഴും മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഫുഡൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഡെയിലി അങ്ങനത്തെ ഫുഡുകളാണ് വരുന്നത്. ഇതെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനാണ് ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രിവെൻഷൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരുന്നു. അപ്പം കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയും അവർക്ക് മുലയൂട്ടുകയും ചെയ്യുമ്പോഴത്തേക്കിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ഇപ്പം നേരത്തെ ഒരു വീട്ടിൽ ഒരു ഡസൻ ഉണ്ടായിരുന്നു, അര ഡസനായി. ഇപ്പം കുട്ടികൾ പോലും വേണ്ട എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുന്നത്, ഒരു കാലഘട്ടത്തിലാണ് പലരും ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുട്ടി. അപ്പം അത് വരുമ്പോഴത്തേക്കിന് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ആ ബ്രസ്റ്റിൻ്റെ ആ ഒരു പ്രൈമറി ഫങ്ഷൻ ചെയ്യാൻ അനുവദിക്കാതെ വരികയും അതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ കൂടുകയും എന്നുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഇതൊക്കെയാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കുകയാണ്, ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ